സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ദൂരത്തേക്കൊന്നും അല്ല നമ്മള് പോണത്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥലം. അപ്പൊ നമ്മൾ പോണത് പീച്ചി ഡാം. പീച്ചി ഡാമിൽ കണ്ടാ നമ്മള് പോണേ. പീച്ചി ഡാം അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, സീനില്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് നിങ്ങളെ കൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ പോയാലോ. അപ്പൊ നമുക്ക് പോവല്ലേ. അപ്പൊ പോകുമ്പോ മഴയൊക്കെ വരുന്നതോ അങ്ങനെ എന്നാലും കുഴപ്പമില്ല. കമോൺ ഗൈസ്, നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പീച്ചിക്ക് പോവാനുള്ള യാത്ര തുടങ്ങിട്ടാ. നമ്മളിപ്പോ പോയി എവിടെ എത്തി? കണ്ണാറ പാലം. നമ്മളിപ്പോ കണ്ണാറ പാലത്തിണ്ടിട്ടാ. ഇപ്പൊ കണ്ണാറ പാലം കഴിഞ്ഞു. ഇനി നമുക്ക് പീച്ചിയുടെ വനഭംഗി ആസ്വദിക്കാം. ഇപ്പൊ നമ്മള് KFRA എത്തിണ്ടിട്ടാ. KFRA എന്ന് വെച്ചാൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇവിടെ നല്ല വൈബാണ്. ഈ KFRA 1 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ KFRAയുടെ 2 ചുറ്റും കാടാണ്. നല്ല അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്നും ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറാണ്. അത്രയും നല്ല അടിപൊളിയാണ്. നാച്ചുറൽ ഫീലാണ്. പിന്നെ എന്താ പറയുക, ഈ KFRA എന്തിനാ തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ മരങ്ങളും ചെടികളൊക്കെ ഇപ്പോൾ വംശനാശം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മരങ്ങളും ചെടികളൊക്കെ സംരക്ഷിക്കുകയാണ് ഇവർ. ആ ഒരു സംരംഭമാണ് KFRA. നമ്മളിപ്പോൾ KFRA വനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല കൂളാണ് കേട്ടോ. ചെടികളും മരങ്ങളൊക്കെ ഉള്ള കാരണം ഭയങ്കര കൂളാണ്. നിങ്ങളിപ്പോൾ ഒരു ബോർഡ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ KFRAയുടെ മെയിൻ എൻട്രൻസ്. KFRAയുടെ മലയാളം കേരള വനഗവേഷണ സ്ഥാപനം എന്നാട്ടോ. ഇതാണ് കേരളത്തിലെ വനത്തെക്കുറിച്ചും വനവിഭവങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ചും പഠനവും ഒക്കെ ചെയ്യണ പ്രശസ്തമായ സ്ഥാപനം. ഗൈസ്, ഞങ്ങൾക്കിപ്പോൾ ഒരു കൊടും കാടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നൊരു ഫീലാണ്. നിങ്ങൾക്കും അതേപോലെ തന്നെയാണെന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങളുടെ തന്നെ വരണം. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ വഴി ഒന്ന് വരണം. നല്ല അടിപൊളി ഫീലാണ്, നാച്ചുറലാണ്. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ വെലങ്ങന്നൂർ. KFRAയുടെയും പീച്ചിയുടെയും ഇടയിലുള്ളൊരു സെൻ്ററാണിത്. ഇപ്പൊ കൊറോണ കാരണം ഇവിടെ ആൾക്കാർ കുറവാട്ടാ. അല്ലെങ്കിൽ കുറേ പേരുണ്ടാവും. പീച്ചി കാണാൻ വരുന്നവരൊക്കെ കുറേ പേരുണ്ടാവും. നിറച്ച് തിരക്കൊക്കെ ആയിരിക്കും ഇവിടെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദർശന ഓഡിറ്റോറിയം. ഇത് പീച്ചിയിലെ ഏക ക്യാമ്പ് സൈറ്റ് ആണ്. നമ്മളങ്ങനെ കാടും മലൊക്കെ താണ്ടി പീച്ചി കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളിപ്പോൾ പീച്ചി കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ അതും കടന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പീച്ചി കവാടം കടന്നു. ഇനി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണ വരെ നമ്മളിനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ പീച്ചി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ചങ്ക് ബസ്സുകളൊക്കെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്നും നീങ്ങാൻ പറ്റാണ്ട് അവിടെ തന്നെ എടുക്കാണ് ഗൈസ്, കൊറോണ കാരണം. അപ്പൊ ഇത് നമ്മുടെ പീച്ചിത്തെ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. കണ്ട ആ ബോർഡില് പീച്ചി ഹൗസ് എന്നാണ് എഴുതിയിരിക്കണത്. ഗൈസ്, നമ്മളങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ പീച്ചിയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. എന്താ നോക്ക്. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ആ പാട്ടാണ് ഓർമ്മ വരുന്നത് ഗൈസ്. 2020 മാർച്ച് തൊട്ട് ഇതാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ അവസ്ഥ. ഇങ്ങനെ ആരും ഇല്ലാണ്ട് നമ്മുടെ പീച്ചി ഗേറ്റ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ പീച്ചിക്ക് പോയത് വെറും വേസ്റ്റഡായി. നമ്മൾ പീച്ചിയെ വിട്ട് തിരിച്ച് പോവാണ് മനസ്സിൽ ആ വിഷമം വെച്ചിട്ട്. ഞങ്ങളെന്താ ആകാംക്ഷയിലാണെന്നറിയോ ഗൈസ് വന്നത്. നമ്മൾ കൊറോണയൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടൈമായിരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതാണ് ഗതി. നമ്മുടെ പീച്ചിയുടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് പീച്ചിത്തെ ഓപ്പൺ എയർ സ്റ്റേഡിയാട്ടാ. നമ്മളിപ്പോൾ വേറെ വഴി കൂടെയാണ് പോണത്. പീച്ചി ഡാമിൻ്റെ ഗാർഡനിങ്ങിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ. ഗേറ്റൊന്നും തുറന്നിട്ടില്ലെന്ന് തോന്നണം, പുറത്തുനിന്ന് കാണാം. അപ്പോൾ വെള്ളം തുറന്നിട്ടില്ല കേട്ടോ, ഡാമൊന്നും തുറന്നിട്ടില്ല.
അപ്പൊ വെറുതെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്ത് തന്നെ ആട്ടത് ബിൽഡിങ്ങില്ലേ, നമ്മുടെ കറണ്ട് ഉൽപ്പാദിക്കുന്ന സ്ഥലമാട്ടാ ചേച്ചിയുടെ കണ്ടാ വെള്ള ബിൽഡിങ്. നിങ്ങൾ നമ്മുടെ പീച്ച് ഡാമിന്റെ വ്യൂ നോക്കിയ കലണ്ടറിലൊക്കെ കാണുന്ന ഫോട്ടോസും അല്ല, നല്ല അടിപൊളി വൈബ് വ്യൂ. കൊറോണ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാട്ടാ, അതുകൊണ്ട് ആടിനെ മേയ്ക്കാൻ വന്നിരിക്കുക. പിന്നെ എന്താ പറയാ, നമ്മുടെ ഡാമിൽ വെള്ളം തുറക്കാതെ കാരണം വെള്ളമൊക്കെ കുറവാണ്. നമ്മുടെ ബീച്ച് ഡാമിൽ വെള്ളം കുറഞ്ഞാലും കൂടിയാലും ഒരേ വ്യൂ തന്നെയാട്ടാ, നല്ല അടിപൊളി വൈബ് തന്നെയാണ് എത്ര വെള്ളം കുറഞ്ഞാലും. നമുക്കിനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളെല്ലാ വൈബുകളും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. കണ്ട നമ്മൾ ബീച്ചിനെ വിട്ട് പോവാണ് ഗൈസ്. കൊറോണ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ചെറുതായിട്ട് വിഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിനെ വിട്ട് പോവാട്ടാ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ബീച്ചിൽ വെള്ളമൊക്കെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി വീഡിയോ എടുക്കും. അത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടണമായിരിക്കും കേട്ടോ. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണെന്നറിയാം, നമ്മളും വെയിറ്റിങ്ങിൽ തന്നെയാണ്. അപ്പം നമ്മൾ ബീച്ചോട് ബായ് പറഞ്ഞ് പോവാണ്. ബായ് ബായ് പീച്ചി, അടുത്ത പ്രാവശ്യം വെള്ളമൊക്കെ തുറന്നിട്ട് നമ്മൾ വരാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ വല്ല കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ ഇടാം. അപ്പൊ പിന്നെന്താ പറയാ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് മുഖ്യമാ ഗൈസ്. അപ്പൊ പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താം, അതും കൂടെ അമർത്തി കഴിഞ്ഞാൽ സെറ്റ് ആവും. നമ്മള് ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ശുക്രിയ.